ഞാൻ എന്റെ യേശുവിനെ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുവെന്നോ? പത്രോസ് പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി പ്രാണനെ കൂടി വെച്ച് കളവാൻ മാത്രം സ്നേഹം എനിക്കുണ്ടെന്ന് പറയുകയും പാടുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. മാനുഷിക ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ നാം കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ആത്മാർത്ഥത പോലും പലപ്പോഴും യേശുവിനോടുള്ള ബന്ധത്തിൽ നാം എല്ലാറ്റിലും അധികമായി അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് പറയുന്ന വാക്കുകളിൽ ഉണ്ടോ എന്ന് ഞാൻ ഭയത്തോടെ ചിന്തിച്ചു പോകാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ൽ യേശു കർത്താവ് പറയുകയാണ്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ വാക്യം ഒന്ന് പുറകിലേക്ക് നമുക്ക് വായിക്കാം. കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ കർത്താവിന്റെ സ്നേഹം നാം ഓരോ നിമിഷവും അനുഭവിക്കുന്നവരായിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുമെന്ന് വചനം പറയുന്നു. നമുക്ക് യേശുവിനെ വെളിപ്പെട്ട് കിട്ടുവാൻ അഥവാ കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുവാനും ദൈവവചന സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനും ആദ്യ പടി എന്ന് പറയുന്നത് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമാണ്. 1 യോഹന്നാൻ 5:3 ഇങ്ങനെ പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ ആവശ്യങ്ങൾ നമുക്കൊരു ഭാരമായി തോന്നുന്നെങ്കിൽ അഥവാ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ അതിനർത്ഥം നാം അവരെ സ്നേഹിക്കുന്നില്ല എന്നാണല്ലോ. നാം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അതീതമായി നാം അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ നാം എല്ലാറ്റിനേക്കാളും അധികമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന യേശുവിന് ഈ ഒരു പരിഗണന പോലും നമ്മിൽ നിന്ന് ലഭിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും യേശുവിന് ഇഷ്ടമുള്ളതായിരിക്കുമോ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? അതുപോലെ കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതും നാം സ്നേഹിക്കുന്നവരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും വെല്ലുവിളിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, സ്നേഹമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളത്. ആ വാക്കിന് മുന്നിൽ നാം അടിയറവ് പറയുന്നു. പക്ഷേ ഇത് യേശുവിന്റെ കാര്യത്തിലോ നാം നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നവരായി തീരുന്നു. നാം വായിച്ച വചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് നാം അറിയുന്നവരും അത് കേൾക്കുകയും പ്രസംഗിക്കുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അത് ലഭിക്കുവാൻ തക്കവണ്ണം നാം നമ്മുടെ കൈകൾ നീട്ടി സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരാണോ? അതിനുള്ള ഒരു മനസ്സും ഒരുക്കവും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടവും അധ്വാനവും വൃഥാ ആയിരിക്കും. കേൾക്കുന്ന വചനങ്ങൾ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്നവന് മാത്രമേ അത് അനുസരിക്കുവാൻ കഴിയുകയുള്ളൂ. അത് അനുസരിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അവനെയും സ്നേഹിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ എല്ലാം നമുക്ക് ഒരു പ്രയോജനവുമില്ലാത്ത എന്റർടൈൻമെന്റ് പ്രോഗ്രാം മാത്രമായിരിക്കും.